ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി സ്പോൺഷിപ്പ് എടുക്കണോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സ്പോൺഷിപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞത്, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ എവിടെയും ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി ബോംബെയിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഓഫീസിൽ കയറി ഇറക്കി നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്പോൺഷിപ്പ് എടുത്ത് മാത്രം പഠിക്കുക. ഇപ്പോൾ ബിടെക്കിനും പല കമ്പനികളും സ്പോൺഷിപ്പിന്റെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് MSc ഷിപ്പ് മാനേജ്മെന്റിന്റെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള സ്പോൺഷിപ്പ് എക്സാംസ്. നോർമലി ഏപ്രിലൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അമറ്റിലെ മേഴ്സ്കിന്റെ സ്പോൺഷിപ്പിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ടൊളാനി ഇൻസ്റ്റിറ്റ്യൂട്ട്, IMU കൊൽക്കത്ത ഇതൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ്. ടൊളാനിക്ക് അത്യാവശ്യം പ്ലേസ്മെന്റ് റെക്കോർഡുള്ള കോളേജാണ്. IMU കൊൽക്കത്തയിലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് റെക്കോർഡ് ഉണ്ട്. പക്ഷേ IMU കൊൽക്കത്ത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി റാങ്ക് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് IMU കൊൽക്കത്ത കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോളേജുകൾ മാത്രമാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർക്ക് ഇൻഹൗസ് പ്ലേസ്മെന്റ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റിന്റെ ഇൻഹൗസ് പ്ലേസ്മെന്റ് ഉള്ളത് കൊണ്ട് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള മർച്ചന്റ് നേവി അറിവുകൾക്കായിട്ട് നമ്മളുടെ കൂടെ കൂടിക്കോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.